വെൽക്കം ടു PSC ചലഞ്ച്. നമ്മളിന്ന് ഡിഗ്രി പ്രിലിംസിൻ്റെ കുറേ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുകയാണ്. അതിനു മുമ്പായി എല്ലാവരും ഒരു ബുക്കും പേനയും കയ്യിലെടുക്കുക. ഈ തരുന്ന ക്വസ്റ്റ്യൻസുകൾ അതിൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളത് നിങ്ങൾ കുറിച്ചെടുത്ത ശേഷം അത്യാവശ്യമുള്ളതല്ല മൊത്തവും കുറിച്ചെടുത്തിട്ട് റിവൈസ് ചെയ്യുക. എന്തിനകത്ത് ഇതെല്ലാം പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൽ സാധാരണഗതിയിൽ ഈ പഴയ ചോദ്യപേപ്പറിലുള്ള ഒരു 50% ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി ഏതെന്നാണ്. വേദി ഏതെന്നുള്ളതല്ല, ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി ദാവോസാണ്. സ്വിറ്റ്സർലൻഡിലെ ദാവോസാണ് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി. ഇവിടെ നമ്മൾ ഉച്ചകോടിയുടെ സ്ഥിരം വേദിയാണ്, ഓർത്തിരിക്കുക. രണ്ടാമത്തത്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനം ഏതാണ് എന്നാണ് ചോദ്യം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനം എന്ന് പറഞ്ഞിരിക്കുന്നത് ജൂൺ 29 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനം. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം ഏതാണെന്നാണ് ചോദ്യം. അത് വന്നിരിക്കുന്നത് 1951. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1950-51 ഈ 2 വർഷങ്ങളും നിരവധി മറ്റ് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം കൂടിയാണ്. 1950 നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ ആരംഭിക്കുന്നത്, അതായത് ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. കമ്മീഷൻ ആരംഭിച്ചത് 50-ലും ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951-ലുമാണ്. സാധാരണ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരം ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓർത്തിരിക്കുക, പ്ലാനിംഗ് കമ്മീഷൻ ആരംഭിച്ചിരിക്കുന്നത് 1950-ല്, 1951-ലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. 51 മുതൽ 56 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. അത് കഴിഞ്ഞിട്ട് 56, 61 രണ്ടാം പഞ്ചവത്സര പദ്ധതി, 61, 66 മൂന്നാം പഞ്ചവത്സര പദ്ധതി. അത് കഴിഞ്ഞതിന് ശേഷം 3 വർഷങ്ങളിൽ ആനുവൽ പ്ലാൻസുകളാണ്. 66, 67, 67, 68, 68, 69. 69-ലാണ് പിന്നീട് 4-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. പലപ്പോഴും 4-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ 4-ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കുന്നത് 1969-ലാണ്. 69 ആണെങ്കിൽ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കുന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് എന്നായിരിക്കും ചോദ്യം. അപ്പം നമ്മൾ 4-ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പം പലർക്കും അബദ്ധം പറ്റുന്നത് ഇങ്ങനെയാണ്. ഒന്നാമത്തെ ഓർമ്മയുണ്ട് 51-56, രണ്ടാമത്തെ 56, 61, മൂന്നാമത്തത് 61, 66. 4-ാം പദ്ധതി ആ ഒരു ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. 66, 67, 67, 68, 68, 69 ഈ 3 വർഷങ്ങളിൽ 3 വാർഷിക പദ്ധതികളായിരുന്നു. അതിനുശേഷം 69-ലാണ് അടുത്ത പദ്ധതി ആരംഭിക്കുന്നത്. 69 മുതൽ 74 വരെയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം 1951. അടുത്തത്, നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അതായത് കാണുമ്പോൾ നമുക്ക് പവർ ഇന്ത്യ, ബി ടീം ഇന്ത്യ, സി സ്പീഡ് ഇന്ത്യ, ഡി റൺ ഇന്ത്യ. ഇത് ചിലപ്പോൾ തിരിച്ചായിരിക്കാം ചോദിക്കുന്നത്. ടീം ഇന്ത്യ എന്താണ്, അല്ലെ പവർ ഇന്ത്യ എന്താണ്, സ്പീഡ് ഇന്ത്യ എന്താണ്, റൺ ഇന്ത്യ എന്താണ്? ഇവിടെ നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്ന പേരിലാണ്. അപ്പോൾ ടീം ഇന്ത്യ എന്തുമായി ബന്ധപ്പെട്ടതാണ്? നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്ന പേരാണ് ഏത്? ടീം ഇന്ത്യ. അമർത്യ സെന്നിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം. ഇന്ത്യക്കാരനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമർത്യ സെന്നിന് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ് അദ്ദേഹം. 1998-ലാണ് അമർത്യ സെന്നിന് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത്.
ഇത് പലപ്പോഴും നമുക്ക് അബദ്ധം പറ്റാം. സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ അമർത്യ സെൻ. 1998 അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നത്? നോബൽ സമ്മാനം ലഭിക്കുന്നത്. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തതേത്? അപ്പോൾ ഇപ്പോൾ നമ്മൾ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെല്ലാം തന്നെ കുറേ സെൻറ്റൻസുകൾ തന്നിട്ട് ഇതിൽ ഉൾപ്പെടാത്തതേത്, ശരിയായതേത്, ശരിയല്ലാത്തതേത് നമ്മളെ ശരിക്കും കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി തരുന്നതാണ്. അപ്പോൾ ആ ആൻസറുകൾ കൃത്യമായി നമ്മൾ വായിച്ച് മനസ്സിലാക്കണം, നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കണം. ഇവിടെ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തതേത് എന്നാണ്. നമുക്കറിയാം, നീതി ആയോഗ് എന്ന് പറയുന്നത് ആസൂത്രണ കമ്മീഷന് പകരം വന്ന സംവിധാനമാണ് നീതി ആയോഗ്. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ്റെ ലക്ഷ്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും അവിടെ വരുന്നത്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ഒന്ന് വായിച്ചു നോക്കാൻ നമുക്ക്. ലക്ഷ്യങ്ങളിൽ പെടാത്തതേതാണ്? വ്യവസായ മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. ഓക്കെ, വ്യവസായ മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. ബി, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. സി, മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ഡി, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. നമുക്ക് ശരിക്കും കൺഫ്യൂസ്ഡ് ആവുന്ന 4 കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ചിലപ്പോൾ 4 ശരിയാവാം, ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് തെറ്റുണ്ടാവാം, ചിലപ്പോൾ ഒന്നിലധികം സെൻറ്റൻസുകൾ തെറ്റുണ്ടാവും. അപ്പോൾ നമ്മൾ രണ്ടാമത് ഒരിക്കൽ കൂടി നമുക്കത് വായിച്ചു നോക്കളയാം. വ്യവസായ മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. ഏതാണ്ട് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി വരുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിന് ഈ മേഖലകളിൽ കൂടുതൽ പണം നിക്ഷേപിക്കാൻ കഴിയാതെ വരുന്നു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നതൊക്കെ വ്യവസായ മേഖലയിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ സ്വകാര്യ പങ്കാളിത്തം കൂട്ടാം. അപ്പോൾ സർക്കാരിൻ്റെ ഓഹരികൾ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റോ അല്ലെങ്കിൽ അത് ലാഭകരമാക്കാൻ വേണ്ടി മറ്റെന്തെങ്കിലും സംവിധാനം ഏർപ്പെടുത്താം. അപ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങളുള്ളതാണ്, അവർ പെടാത്തതല്ല. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക, അതും ശരിയാണ്. അവ 2 കറക്റ്റാണ്, തെറ്റല്ല. മൂന്നാമത്തത്, മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, അതും ശരിയാണ്. ലാസ്റ്റ് വൺ, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ഇത് 4 നീതി ആയോഗിൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ ഇത് 4 ലക്ഷ്യമാണ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പെടാത്തതൊന്നും തന്നെയില്ല, എല്ലാം നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ പഠിക്കാനുള്ള മാർഗങ്ങളൊന്നും ഇതുകൂടിയാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിനകത്ത് വന്നിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒന്നുകൂടെ വായിക്കാൻ ഞാൻ. എ, വ്യവസായ മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. ബി, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. സി, മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ഡി, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ഇത് 4 എന്തിൻ്റെ ലക്ഷ്യങ്ങളാണ്? നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളാണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഇല്ലാതെ വന്നാൽ മാത്രമേ നമ്മൾ നോക്കിയാൽ മതി. വേറെ വരുന്നുണ്ട്, എങ്ങനെ താൽക്കാലികമായി 4 പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കേ, പ്ലാനിംഗ് കമ്മീഷൻ ആരംഭിച്ച വർഷം നമ്മൾ നേരത്തെ വേറൊരു ചോദ്യത്തിനകത്ത് വന്നതാണ്, അല്പം നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. പ്ലാനിംഗ് കമ്മീഷൻ ആരംഭിച്ചിരിക്കുന്നത് 1950 പ്ലാനിംഗ് കമ്മീഷൻ ഉള്ള കാലയളവിൽ അതിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതാത് കാലയളവിലുള്ള പ്രധാനമന്ത്രിയാണ്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. ഇവിടെ പ്ലാനിംഗ് കമ്മീഷൻ ആരംഭിച്ചിരിക്കുന്ന വർഷം 1950. 1951 അല്പം നേരത്തെ നമ്മൾ പറഞ്ഞു. 1951 എന്തായിരുന്നു മക്കളെ? എന്തായിരുന്നു? ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷമാണ് 1951.
അടുത്തത്, ആസൂത്രണ കമ്മീഷൻ ആസ്ഥാനത്തിന് പറയുന്ന പേരേതാണ്? ആസൂത്രണ കമ്മീഷൻ ആസ്ഥാന മന്ദിരത്തിന് ഒരു പേര് പറയുന്നുണ്ട്. അതിൻ്റെ പേരാണ് യോജനാ ഭവൻ. യോജനാ ഭവൻ. യോജന എന്ന് പറഞ്ഞിരിക്കുന്ന പ്ലാനിംഗ് കമ്മീഷൻ്റെ ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു നേരത്തെ. ഇവിടെ ആ യോജനാ ഭവൻ എന്നത് ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനത്തിന് പറയുന്ന പേരാണ്. നിർവചൻ സദൻ ഏതാണെന്നറിയാമോ? ഇലക്ഷൻ കമ്മീഷൻ്റെ ആസ്ഥാനത്തിന് പറയുന്ന പേരാണ് നിർവചൻ സദൻ. അപ്പോൾ യോജനാ ഭവനാണ് ആസൂത്രണ കമ്മീഷൻ ആസ്ഥാനത്തിൻ്റെ പേര്. അടുത്തത്, പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച വർഷം. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച വർഷം മാത്രമാണ് പറയുന്നത്. 1954 ജൂലൈ 29 പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച വർഷം. നമ്മൾ കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ഓരോ വർഷവും 2-3 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഓർത്തിരിക്കുക, 1954 ജൂലൈ 29 പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത്. പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവിന് എന്ത് സംഭവിക്കുന്നു? വളരെ ശ്രദ്ധിച്ച് മറുപടി പറയേണ്ട ഒരു ചോദ്യമാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും കാലയളവിൽ നാട്ടിൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, പണപ്പെരുപ്പം, പണച്ചുരുക്കം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ആ രാജ്യത്തെ കേന്ദ്ര ബാങ്ക് ചില നയങ്ങൾ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്ന നയങ്ങളുടെ ഭാഗത്തിൽ ഒന്നാണ് പലിശ നിരക്കിൽ വ്യത്യാസം വരുത്തുക. നമുക്കറിയാം, ഇവിടെ ചോദ്യം ഇതാണ്, പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവിന് എന്ത് സംഭവിക്കും? കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ വാണിജ്യ ബാങ്കുകളും അതിനാനുപാതികമായി പലിശ നിരക്ക് കൂട്ടണം. ഉയർന്ന പലിശ വന്നിരുന്നാൽ ആളുകൾ ലോൺ എടുക്കാൻ മടിക്കും, വായ്പ എടുക്കാൻ മടിക്കും. കാര്യം 8% പലിശ കിട്ടിക്കൊണ്ടിരുന്നത് 12% അല്ലെങ്കിൽ 10% അവർ വാങ്ങാൻ തയ്യാറാകില്ല. പലിശ നിരക്ക് കൂട്ടുമ്പോൾ ഡെപ്പോസിറ്റ് കൂടും. ഇതവിടെ ചോദ്യം ഡെപ്പോസിറ്റിനെ കുറിച്ചല്ല, പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അതേസമയം പലിശ നിരക്ക് കൂടുമ്പോൾ നിക്ഷേപത്തിൻ്റെ അളവാണ് ചോദിക്കുന്നതെങ്കിൽ നിക്ഷേപത്തിൻ്റെ അളവ് കൂടും. കാര്യം കൂടുതൽ പലിശ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിരിക്കുന്ന ഫണ്ട് കൊണ്ടുപോയി ബാങ്കുകളിലോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കും. അപ്പോൾ നിക്ഷേപിച്ചാൽ നമുക്ക് കൂടുതൽ എന്ത് കിട്ടാം? പലിശ കിട്ടാം. ഇവിടെ അതല്ല ചോദിച്ചിരിക്കുന്നത്, വായ്പയുടെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഏതെങ്കിലും തരത്തിൽ പലിശ നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ വായ്പയുടെ അളവ് കുറയും. കാരണം ഉയർന്ന പലിശയ്ക്ക് നമ്മൾ ആരും എന്ത് ചെയ്യാൻ തയ്യാറാവില്ല? ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യാൻ തയ്യാറാവില്ല. പലിശ നിരക്ക് കുറവാണെന്നുണ്ടെങ്കിൽ പണം ബോറോ ചെയ്യും, കടം വാങ്ങും. പലിശ നിരക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? വാങ്ങില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് എന്ത് സംഭവിക്കാം? കുറയുന്നു. വളരെ ശരി, ഇത് തിരിച്ചായിരിക്കാൻ ചോദിക്കുന്നത്. ചിലപ്പോൾ പലിശ നിരക്ക് കൂടുമ്പോൾ നിക്ഷേപങ്ങളുടെ അളവായിരുന്നു എങ്കിൽ അത് കൂടുന്നു. 2 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ 2 പ്രാവശ്യം 2 രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് കുറയുന്നു, പലിശ നിരക്ക് കൂടുമ്പോൾ നിക്ഷേപങ്ങളുടെ അളവ് കൂടുന്നു. കാരണം ഹയർ ദ ഇൻട്രസ്റ്റ്, ഹയർ വിൽ ബി ദ ഡെപ്പോസിറ്റ്. ലോവർ ദ ഇൻട്രസ്റ്റ്, ലോവർ വിൽ ബി ദ ഡെപ്പോസിറ്റ്. അപ്പം ഇവിടെ പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇക്കോ വാർപ്പ് എന്ന സാമ്പത്തിക റിപ്പോർട്ട് പുറത്തിറക്കിയ ബാങ്ക് ഏതാണെന്നാണ് ചോദ്യം. ഇക്കോ വാർപ്പ് എന്ന സാമ്പത്തിക റിപ്പോർട്ട് പുറത്തിറക്കിയ ബാങ്ക്, ഇവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, ഗ്രാമീൺ ബാങ്ക് ഉണ്ട്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്. ഇവിടെ ഇക്കോ വാർപ്പ് എന്ന സാമ്പത്തിക റിപ്പോർട്ട് പുറത്തിറക്കിയ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഗുണഭോക്താക്കളുടെ മുന്നിൽ 1/3 ഭാഗം, മുന്നിലല്ല 1/3 ഭാഗം സ്ത്രീകളായിരിക്കണമെന്ന് നിബന്ധനയുള്ള സർക്കാർ പദ്ധതി ഏത്? ആ സെൻറ്റൻസ് നല്ലപോലെ ശ്രദ്ധിച്ചോണം.
ഗുണഭോക്താക്കളുടെ 1/3 1/3 മിനിമമാണ് പറയുന്നത്. 1/3 എന്നുള്ള 2/3 ആകാം, അല്ലെ 3/4 ആകാം. അതവിടെ പറഞ്ഞിരിക്കുന്നത് മിനിമം 1/3 എങ്കിലും ഉണ്ടായിരിക്കണം. ഗുണഭോക്താക്കളുടെ 1/3 സ്ത്രീകൾ ആയിരിക്കണമെന്ന് നിബന്ധനയുള്ള സർക്കാർ പദ്ധതി ഏതാണെന്നാണ്. അതവിടെ നോക്കേ. എ കുടുംബശ്രീ, ബി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, സി അന്നപൂർണ, ഡി സ്വർണ്ണ ജയന്തി മഹിളാ യോജന. ഇത് 4 സർക്കാർ പദ്ധതികളാണ്. കുടുംബശ്രീ പദ്ധതിയെക്കുറിച്ച് മലയാളികളായി നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം ആ കുടുംബശ്രീ പദ്ധതിയിൽ നമ്മുടെയൊക്കെ വീടുകളിൽ അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിൽ ആ കുടുംബശ്രീ അംഗങ്ങൾ സ്ത്രീകൾ കൂടിയിരുന്ന് ആ നിക്ഷേപങ്ങൾ കളക്ട് ചെയ്യുന്നു, ലോണുകൾ കൊടുക്കുന്നു, മൈക്രോ ഫിനാൻസ് പദ്ധതിയും മറ്റു പദ്ധതികളിലൂടെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നു. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഫുള്ളായിട്ട് സ്ത്രീകളാണല്ലോ നമ്മൾ കാണപ്പെടുന്നത്. എന്നാൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, അതിൽ 1/3 നിർബന്ധമായി സ്ത്രീകളായിരിക്കണം. അപ്പം ഇവിടെ ഇതിൻ്റെ ഉത്തരം ഏതാണ് മക്കളെ? ഗുണഭോക്താക്കളുടെ 1/3 സ്ത്രീകൾ ആയിരിക്കണമെന്ന് നിബന്ധനയുള്ള സർക്കാർ പദ്ധതി ഏതാണ്? മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. അടുത്തത് മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആഡം സ്മിത്ത് ഉണ്ട്, കാറൽ മാർക്സ് ഉണ്ട്, നെഹ്റു ഉണ്ട്, കെയ്ൻസ് ഉണ്ട്. ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. മിശ്ര സമ്പദ് വ്യവസ്ഥ ഇന്ത്യയിൽ അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ നെഹ്റുവാണ്. ഇന്ത്യയിൽ എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? കെയ്ൻസ് ആണ്. ജോൺ മേനാർഡ് കെയ്ൻസ്. നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം, ലോകത്ത് 3 തരത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് പ്യുവർ ക്യാപിറ്റലിസം, രണ്ടാമത്തെന്ന് പറഞ്ഞിരിക്കുന്ന പ്യുവർ സോഷ്യലിസം, മൂന്നാമത്തെന്ന് പറഞ്ഞിരിക്കുന്ന മിക്സഡ് എക്കോണമി. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ദ സോഷ്യലിസം ആൻഡ് ക്യാപിറ്റലിസം. സോഷ്യലിസത്തിൻ്റെയും ക്യാപിറ്റലിസത്തിൻ്റെയും നല്ല വശങ്ങൾ ചേർത്തുകൊണ്ട് ഒരു സംയുക്തമായിട്ട് വന്നിരിക്കുന്ന ഒരു സംവിധാനമാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സഡ് എക്കോണമി. ഇവിടെ മിക്സഡ് എക്കോണമിയുടെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് മക്കളെ? കെയ്ൻസ് ആണ്. ഇവിടെ ഇന്ത്യയിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ കൊണ്ടുവന്നിരിക്കുന്ന നെഹ്റു ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? നമ്മൾ പറഞ്ഞതിനകത്തൊക്കെ പഞ്ചവത്സര പദ്ധതിയായിട്ട് ഒരുപാട് വന്നിട്ടുണ്ട്. എവിടെ നേരത്തെ നമ്മൾ 4 പദ്ധതികളെ കൊണ്ടുവരെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏകദേശം ഒന്ന് സൂചിപ്പിച്ചത്. ഇവിടെ കേരള മോഡൽ വികസന പദ്ധതി ആരംഭിക്കുന്നത് 10ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. അപ്പോൾ 10ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് കേരള മോഡൽ വികസന പദ്ധതി എന്ന ആ പഞ്ചവത്സര പദ്ധതി വരുന്നത്. അടുത്തത് മൈക്രോ ഫിനാൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അതായത് സ്മോൾ സേവിങ്സ് കളക്ട് ചെയ്ത് അത് പൂൾ ചെയ്തിട്ട് ആവശ്യക്കാർക്ക് പണം കടം കൊടുക്കുന്ന ഒരു സംവിധാനം. ഇത് ബംഗ്ലാദേശിലാണ് ആദ്യം വരുന്നത്. മുഹമ്മദ് യൂനുസ് ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. അത് മൈക്രോ ഫിനാൻസിൻ്റെ പിതാവ് ആരാണ്? മുഹമ്മദ് യൂനുസ് ആണ്. ഇതിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇത് വ്യാപകമായി വളർന്ന് പന്തലിച്ച് വലുതായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കൂടിയായിരുന്നു കുടുംബശ്രീ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം അവർ കൂടിയിട്ട് അവരുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് ഒരു ചെറിയ അവരുടെ വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ തുക ഒന്നിച്ചെടുത്ത് വെക്കുന്നു. അതിൽ ആർക്കെങ്കിലും വായ്പയായിട്ട് കൊടുക്കുന്നു. അതിന് ചെറിയൊരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നു. ഈ ഡെപ്പോസിറ്റുകൾ അവർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇപ്പം ബാങ്കുകൾ തന്നെ ഏതാണ്ട് ഇപ്പോൾ 20 പേരുള്ള ഒരു യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ 20 ലക്ഷത്തോളം രൂപ ബാങ്കുകൾ വായ്പ കൊടുക്കുന്നുണ്ട്. വേറെ ഒരു സെക്യൂരിറ്റി ഇല്ല. അവർ തന്നെയാണ്, ഈ ഗ്രൂപ്പാണ് അതിൻ്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് വിപുലമായ തരത്തിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ അത് വളരെ വ്യാപകവുമാണ്. ഇവിടെ ഇതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് യൂനുസ് ആണ്. നമുക്ക് ഈ ചോദ്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. മൈക്രോ ഫിനാൻസിൻ്റെ പിതാവ് ആരാണ് മക്കളെ? മുഹമ്മദ് യൂനുസ് ആണ്. തൊട്ടും പറഞ്ഞ
കേരള മോഡൽ വികസന പദ്ധതി ഏതായിരുന്നു? 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ജോൺ മേനാർഡ് കെയ്ൻസ് ആണ്. ഗുണഭോക്താക്കളുടെ 1/3 ഭാഗം സ്ത്രീകൾ ആയിരിക്കണമെന്ന് നിബന്ധനയുള്ള സർക്കാർ പദ്ധതി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. ഇക്കോ വാർപ്പ് എന്ന സാമ്പത്തിക റിപ്പോർട്ട് പുറത്തിറക്കിയ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പലിശ കൂടുമ്പോൾ വായ്പയുടെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച വർഷം 1954 ജൂലൈ 29. ആസൂത്രണ കമ്മീഷൻ ആസ്ഥാനത്തിൻ്റെ പേര് യോജന ഭവൻ. പ്ലാനിംഗ് കമ്മീഷൻ ആരംഭിച്ച വർഷം 1950. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ പെടാത്തത് ഏതെന്ന് ചോദിച്ചപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ പെടുന്നവയായിരുന്നു. വ്യവസായ മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക, മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. അതുപോലെ തന്നെ അമർത്യ സെന്നിന് നോബൽ സമ്മാനം ലഭിച്ചത് 1998 സാമ്പത്തിക ശാസ്ത്രത്തിനാണ് അമർത്യ സെന്നിന് ഈ നോബൽ സമ്മാനം ലഭിക്കുന്നത്. ഇന്ത്യക്കാരനാണ്. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്ന പേരിലാണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആരംഭിച്ച വർഷം 1951. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനം ജൂൺ 29. സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി ദാവോസ് ആണ്. സ്വിറ്റ്സർലൻഡിലാണ് ദാവോസ്. അപ്പോൾ ഈ 15 ചോദ്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അത് വിശദമായി നമ്മൾ എടുക്കാമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 50 ക്വസ്റ്റ്യൻസ് അതിനകത്ത് കിട്ടും. ഇതൊരു 3-4 പ്രാവശ്യം വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു PSC ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് ഏറ്റവും കുറഞ്ഞത് ഒരു 3-4 ക്വസ്റ്റ്യൻ അതിനകത്ത് തന്നെ ഉണ്ടാവും മിനിമം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇത് കൃത്യമായി പഠിക്കുക. പഠിച്ചാൽ ഉറപ്പായി നിങ്ങൾക്കിത് കിട്ടാം. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഒരു ചെറിയ തെറ്റല്ല, അത് നിങ്ങളെ കറക്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിന് വോട്ടിംഗ് പ്രായത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ചെറിയ കറക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ കറക്ഷൻ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. ഇതിനകത്ത് ഒരിക്കൽ കൂടി പറയുകയാണ്. ലോകസഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായപരിധി പറഞ്ഞപ്പോൾ 25 വയസ്സാണ്. നിയമസഭയിലേക്ക് ലോകസഭയിലേക്ക് മത്സരിക്കാനുള്ള മിനിമം പ്രായപരിധി 25 ആണ്. അതേസമയം സംസ്ഥാനത്ത് വോട്ടർ പട്ടിക അല്ലെങ്കിൽ നമ്മുടെ വോട്ടർ പട്ടികയിൽ പേര് വരാനുള്ള പ്രായം 18 വയസ്സും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാനുള്ള പ്രായപരിധി 21 വയസ്സും നിയമസഭയിലേക്കും ലോകസഭയിലേക്കും മത്സരിക്കാനുള്ള പ്രായപരിധി 25 വയസ്സും അതേസമയം രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായപരിധി 30 വയസ്സും ഗവർണർ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങളിലേക്ക് മിനിമം വയസ്സ് 35-മാണ്. അത് നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചിരുന്നു. അതൊന്ന് കറക്റ്റ് ചെയ്യുകയാണ് ഇതിനകത്തൂടെ. കാരണം എൻ്റെ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ചോദ്യങ്ങൾ വരും. അതായത് അവിടെ നമ്മൾ പറഞ്ഞത് ലോകസഭയിലേക്ക് നമ്മൾ പറഞ്ഞ പ്രായപരിധി 30 എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ ചെറിയ മിസ്റ്റേക്കാണ് നമുക്ക് സംഭവിച്ചത്. അതിലൂടെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പ്രിലിമിനറി ക്ലാസ്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിൽ എല്ലാ സബ്ജക്റ്റുകളുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിർബന്ധമായും അത് കുറിച്ചെടുത്ത് വെച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു.